എന്നും തിരുവോണമായിരുന്നെങ്കിൽ ആരെങ്കിലും പൂപ്പാട്ട് പാടുമോ? കുംഭവെയിൽ കഴിയണം, മീനത്തിൻ്റെ ചൂട് കഴിയണം, മേടത്തിൻ്റെ വരൾച്ചയും മിഥുനത്തിൻ്റെയും കർക്കിടത്തിൻ്റെയും വറുതിയും വേവലാതിയും കഴിഞ്ഞെങ്കിലേ ഒരു ശ്രാവണം, ഒരു ചിങ്ങം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനൊരു അന്തരീക്ഷത്തിൽ നമുക്ക് സ്വപ്നങ്ങളെ പ്രണയം കൊണ്ട് നിറയ്ക്കാം, പ്രണയത്തെ നിലാവ് കൊണ്ട് പുതപ്പിക്കാം. വയലാർ അങ്ങനൊരു പ്രണയഭാജനത്തെ വിളിച്ചത് ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായകത്തു വരൂ ചക്രവർത്തിനി. അവൾ ഒരുങ്ങാണ് വരാൻ, അവളെ സ്വീകരിക്കാൻ. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമത്താലമേന്തി വരവേൽക്കും, പഞ്ചലോഹമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവസുന്ദരികൾ നിന്നയൻ പ്രണയദാഹമോടെ നടമാടും, ചൈത്രപത്മദള മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും ചക്രവർത്തിനി. ഈ ചക്രവർത്തിനിക്ക് പ്രണയത്തിൻ്റെ ഒരു കൊട്ടാരമാണ്. സാലഭഞ്ജികകളാണ് കുസുമതാലമേന്തി നിൽക്കുന്നത്. വെണ്ണക്കല്ലിലുണ്ടാക്കിയ സ്ത്രീ ശില്പങ്ങൾ, അപ്സരസ്സുകളുടെ. ഈ സങ്കല്പമൊന്നും മണ്ണിൽ നിന്ന് കവിത കണ്ടെത്തുന്നൊരു കവിക്ക് പറ്റില്ല. ഗന്ധർവലോകത്തു നിന്ന് താഴോട്ടാണ് വയലാർ നോക്കിയത്. അപ്പോൾ കാണുന്ന ഭൂമിയിലൂടെ ഉറുമ്പുകളെപ്പോലെ കാണുന്ന മനുഷ്യരെ അദ്ദേഹം പ്രണയത്തിലേക്ക് കൊണ്ടുവന്നിട്ടൊന്നേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും നക്ഷത്രത്തിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിലാവിലിൻ്റെ ഉത്തരീയം പൊതിച്ച് മഴവില്ലിൻ്റെ ഊഞ്ഞാൽക്കട്ടിലിരുന്ന് സന്ധ്യാമേഘങ്ങളെ മുറുക്കിത്തുപ്പി എഴുതിയ പാട്ടുകളാണ്. അത് ഗന്ധർവൻ്റെ പാട്ടുകളാണ്.